ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമ്പാടൻ ബ്ലോഗ്സ്. നിങ്ങളുടെ സ്വന്തം അമ്പാടൻ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 2, 2025. ഈ ഒരു മാസം അറിയാലോ, സെപ്റ്റംബർ എല്ലാവർക്കും ഒരു ക്രൂഷ്യലായിട്ടാണ്. പ്രത്യേകിച്ച് എബ്രോഡ് സ്റ്റഡിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഒരു ക്രൂഷ്യലാണ്. കാരണം ഈ മാസമാണ് പല ഇൻടേക്കും വരുന്നത്. അപ്പം എബ്രോഡ് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഏറ്റവും സെറ്റായിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ടിന് നിങ്ങളിത് അയച്ചു കൊടുത്തോ ഈ വീഡിയോ. കാരണം അവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. എബ്രോഡ് പോകാനായിട്ട് ഇപ്പോൾ കുറേ പേർക്കൊക്കെ വിസ കിട്ടിയിട്ടുണ്ടാവും, കുറേ പേർക്ക് റിജക്റ്റ് ആയിട്ടുണ്ടാവും, കുറേ പേര് വിസയ്ക്ക് വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ എബ്രോഡൊക്കെ പോകാനായിട്ട് വിസയൊക്കെ വന്ന് എല്ലാം സെറ്റായിട്ട് ലാസ്റ്റ് ക്രൂഷ്യൽ സ്റ്റേജ് വന്നിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ടാസ്ക്കാണ് നമ്മുടെ ലഗേജ് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുക. കാരണം നമുക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും എടുക്കണം, എന്തൊക്കെ സാധനം കൊണ്ടുവരണം എന്നുള്ള ഡൗട്ടുണ്ടാവും. അങ്ങനെ കുറേ ആയിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കാം. അപ്പോൾ എന്താ കാര്യം, നമുക്ക് ആ എല്ലാ ടാസ്ക്കും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കിന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് എല്ലാം സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ലഗേജിൻ്റെ സെക്ഷൻസ്, പാക്കിംഗ് സെക്ഷൻസ് ഒരു 3 കവർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫുഡ് മിക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എപ്പോൾ എബ്രോഡ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഫ്രാൻസിലാണെങ്കിൽ നമ്മൾ ഫ്രാൻസിലെ എബ്രോഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങളാണ് പൊടി ഐറ്റംസ്. ഫുഡ് അത് ഏറ്റവും അത്യാവശ്യമുള്ളത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചുള്ള സ്പൈസസ്, ഫുഡ് സാധനങ്ങളെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നേരത്തെ തന്നെ കുറച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എന്നും നമ്മൾ എബ്രോഡ് പോകുമ്പോൾ ഏറ്റവും നല്ലത്. കാരണം നമുക്കിപ്പോൾ UK ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇന്ത്യൻ സ്പൈസസ് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിലും നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ എല്ലാ സ്ഥലവും നമ്മുടെ സിറ്റി ഏതാണോ വരുന്നത് അവിടെ ഇന്ത്യൻ സ്റ്റോർസ് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് സ്പൈസസ് ഒന്നും കൊണ്ടുവരുന്നില്ല, ഫുഡും പൊടി ഐറ്റംസ് ഒന്നും കൊണ്ടുവരുന്നില്ലെങ്കിൽ പോലും നമുക്കൊന്ന് റൺ ചെയ്ത് എടുത്ത് പിന്നെ മേടിക്കണമെങ്കിൽ നമുക്കടുത്ത് ഇന്ത്യൻ സ്റ്റോർസ് വേണം. അതും അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആയിരിക്കും. കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. കാരണം അധികം ഇന്ത്യൻ സ്റ്റോർസ് ഒന്നും ഇല്ലാത്തൊരു ലൊക്കാലിറ്റിയിലാണ് ഒരു ഇന്ത്യൻ സ്റ്റോർ വരുന്നതെങ്കിൽ സാധനങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു സിറ്റിയിലേക്ക് ഒരു രാജ്യത്തേക്ക് വന്നു കഴിയുമ്പോഴേക്കും അധികം നമ്മുടെ പോക്കറ്റ് മണി സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പൊടി ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അത്യാവശ്യം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, അപ്പോൾ അങ്ങനെയുള്ള പൊടി ഐറ്റംസ് തന്നെ നമ്മൾ ആദ്യം ഒരു പ്രോപ്പർ നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് സെറ്റ് ചെയ്യുക. ഈ പൊടി ഐറ്റംസ് ഒന്ന് നോട്ട് ചെയ്തോ. കാരണം നമുക്കത് എന്തായാലും അത്യാവശ്യം വരും. കാരണം നമ്മൾ പ്രത്യേകിച്ച് മല്ലൂസിന് നമുക്കിത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറിക്കൊക്കെ ഒരു ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തു പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം അതിപ്പം നമ്മൾ എത്രയാണോ ലഗേജ്, ഇപ്പോൾ എക്സ്ട്രാ ലഗേജ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇതിപ്പം എത്ര 2 കിലോയോ ഇല്ലെങ്കിൽ 1/4 കിലോയോ ഒക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഇപ്പോൾ ചിലപ്പം ചിലരിപ്പോൾ ചക്ക വറുത്തതും ചിപ്സും മിക്സറും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് എന്ത് വേണോ അതുള്ള ബേസ് ചെയ്ത് ഫുഡ് ഐറ്റംസ്, സ്നാക്സ്. ഇപ്പം നമ്മൾ വന്നല്ലോ, ഇപ്പോൾ ഫസ്റ്റ് കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ വന്ന് നമുക്കടുത്തുള്ള ഇന്ത്യൻ സ്റ്റോർസൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ഇപ്പോൾ മേടിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം കുറച്ച് ദിവസം തട്ടിക്കൂട്ടി നിന്ന് പോകാനായിട്ട് എന്തെങ്കിലും കുറച്ച് സ്നാക്സ് ജസ്റ്റ് ഒന്ന് കരുതിയിരിക്കുന്നതാണ്. ഇപ്പം അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻസ്. അപ്പോൾ പൊടി ഐറ്റംസ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് എത്രമാത്രം നമുക്ക് കൊണ്ടുവരണോ അതനുസരിച്ച് കൊണ്ടുവരും. ഇപ്പം ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഞാനൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മീറ്റ് മസാല, പിന്നെ ചായപ്പൊടി അതൊക്കെ അത്യാവശ്യം കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം നമ്മുടെ കൊണ്ട് ഇപ്പം ഞാനൊക്കെ കൊണ്ടുവന്നാണെങ്കിൽ എനിക്കൊരു 3 to 4 months വരെ എനിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം, ലാവിഷായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ടായിരുന്നു. ഞാനൊക്കെ അത്ര അത്യാവശ്യമുള്ളത് നമ്മൾ കൊണ്ടുവരും. കാരണം ഞാൻ ടോട്ടൽ മൊത്തത്തിൽ എൻ്റെ ലഗേജ് 47 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഞാൻ കൊണ്ടുവന്നുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് ഞാൻ കൊണ്ടുവന്ന പൊടി ഐറ്റംസൊക്കെ എനിക്കൊരു 3 to 4 months സുഖമായിട്ട് ലാവിഷായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതുപോലെയാണ് അരി. നമുക്ക് അരി അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ അരി നമുക്കിവിടെ കിട്ടുക എന്ന് പറയുന്നത്, ഫ്രാൻസിൽ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ മട്ടേരിയൊന്നും അത്രയും കിട്ടത്തില്ല. പാലക്കാടൻ അരിയൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് കിട്ടിയാൽ തന്നെ അത്ര നമ്മുടെ നാട്ടിൽ തന്നെ അത്ര ഒരു സുഖമൊന്നും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. പിന്നെ ഇവിടുത്തെ കിട്ടുന്ന പറഞ്ഞാൽ കൂടുതലും ബിരിയാണി അരികളാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ അരി ടൈപ്പ് കിട്ടിയാലും നമ്മുടെ ആ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന സമയത്ത് ഞാനൊരു 3 കിലോയാണ് കൊണ്ടുപോയത്. എൻ്റെ ഒരു ഫ്രണ്ട് 5 കിലോ വരെ കൊണ്ടുവന്നായിരുന്നു. അവന് കുറച്ചുകൂടെ ലഗേജ്, അവൻ എക്സ്ട്രാ ലഗേജ് എടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അവൻ 5 കിലോ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ ഞാനൊരു 3 കിലോ കൊണ്ടുവന്നിട്ട് എനിക്ക് ഒരു 3-3.5 മാസം എടുത്ത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റി. ആ 3 കിലോ നമ്മുടെ നാട്ടിലെ അരി ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു 3-3.5 മാസത്തേക്ക് എനിക്ക് സുഖമായിട്ട് ഉപയോഗിക്കേണ്ടായിരുന്നുള്ളൂ. സുഖമായിട്ട് ഉപയോഗിച്ച് പിന്നെയും കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. അത്രയും നമുക്ക് ലാവിഷായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ അരി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ അരി നമ്മളൊരു, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ 5 കിലോയാണ് ഒരു മാസം മേടിക്കുന്നത്. അത് നമ്മൾ ഈ ബിരിയാണി ടൈപ്പ് അരിയാണ് മേടിക്കുന്നത്. പക്ഷേ അത് ഒരു മാസം നമുക്ക് കഷ്ടിച്ച് ഉപയോഗിക്കാനുള്ളൂ. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ ഇവിടെയുള്ള മിക്കതെന്ന് പറയുന്നത് ഇന്ത്യൻ ടൈപ്പ് സ്റ്റൗ ഒന്നുമല്ല, മിക്കതും ഇലക്ട്രിക് ടൈപ്പാണ്. പിന്നെ ഇൻഡക്ഷൻ ടൈപ്പ് ആണ്. അപ്പോൾ അത് നമ്മൾ പാത്രങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും അതനുസരിച്ച് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം നമ്മളല്ലാത്ത ടൈപ്പ് പാത്രങ്ങൾ മേടിച്ചുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അക്കോമഡേഷൻ എവിടെയാണ് എടുത്തിരിക്കുന്നത് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ
അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ, ആ സ്റ്റൗവിൽ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഓണേഴ്സ് അത് നമ്മളെ ഒരിക്കലും അനുവദിക്കില്ല ആ ഒരു പാത്രമൊന്നും അവരുടെ ഇതിൽ കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട്. കാരണം എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു തുക തന്നെ അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പാത്രങ്ങൾ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ശ്രദ്ധിച്ച് മേടിക്കുക. കാരണം കടകളിൽ ചെന്ന് ചോദിക്കുക. ഇപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള ഇതിലും അതുപോലെ ഇൻറ്റൻഷൻ ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ കൂടുതലും മേടിക്കുക. അതാണ് കുറച്ചുകൂടെ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഐഡിയ ആണ് ഗൈസ്. കാരണം ഞാൻ വന്നപ്പോൾ എൻ്റെ സീനിയേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ മേടിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മേടിച്ചിട്ട് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും, കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് നോർമലായിട്ടുള്ള ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ആയിരുന്നു, സ്റ്റൗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ എൻ്റെ ഹൗസ് ഓണർ അത് റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ അവർ വെച്ചിരിക്കുന്ന ഇൻഡക്ഷൻ ടൈപ്പാണ്. അപ്പം എനിക്ക് ആ നോക്കി മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് എനിക്കിപ്പോഴും എൻ്റെ പാത്രങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുക പാത്രങ്ങൾ. പിന്നെ കുക്കർ മസ്റ്റാണ്. കാരണം നമുക്കിവിടെ എന്ത് പരിപാടിക്കും, അത് പോത്തായാലും പന്നിയായാലും ചോറായാലും എല്ലാ പരിപാടിക്കും നമുക്ക് കുക്കർ മസ്റ്റാണ്. കുക്കറിലാണ് നമ്മുടെ എബ്രോഡിലെ കാളി മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ കുക്കർ മേടിക്കുമ്പോൾ നിങ്ങളൊരു 5 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു 3 ലിറ്ററെങ്കിലും കുക്കർ മേടിക്കാൻ നോക്കുക. 5 ലിറ്റർ ആയിരിക്കും നല്ലത്. കാരണം നമുക്ക് അത്യാവശ്യം കറിയായാലും ചോറായാലും നമുക്ക് സുഖമായിട്ട് വെച്ചാൽ, ഇപ്പോൾ ഞാൻ 5 ലിറ്ററിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സുഖമായിട്ട് 47 കിലോ പാക്കേജിൽ എനിക്ക് സുഖമായിട്ട് കൊണ്ടുവരാനും പറ്റി. അപ്പം കുക്കർ എന്തായാലും വേണം. ആ കുക്കർ മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക, അത്യാവശ്യം നിൽക്കുന്നത് ടൈപ്പ്. പിന്നെ കുക്കർ മേടിക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങളൊരു 2 വാഷറെങ്കിലും എക്സ്ട്രാ മേടിച്ച് വെച്ചേക്കുക. അതിന് പ്രോപ്പറായിട്ട് സ്യൂട്ടാകുന്ന ഒരു 2 വാഷറെങ്കിലും മേടിച്ച് വെച്ചേക്കുക. കാരണം എനിക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ കുറച്ച് നാൾ, ഇപ്പോൾ ഇത്ര നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുക്കറിൻ്റെ വാഷർ പോയി. പിന്നെ നമുക്ക് ഇവിടെ ഫ്രാൻസിൽ നമുക്ക് വാഷർ പെട്ടെന്ന് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ തന്നെ സ്യൂട്ടായിട്ട് നമുക്കങ്ങനെ പെടത്തില്ല. കുക്കർ കിട്ടും, നമ്മുടെ നാട്ടിലെ ടൈപ്പ് കുക്കറല്ല, വേറെ ടൈപ്പ് കുക്കറായിരിക്കും. നമുക്കതും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് നമ്മുടേതാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങൾ കുക്കർ മേടിക്കുമ്പോൾ ചിലപ്പം അതേ ബേസ് ചെയ്തിട്ടുള്ള അതിന് സ്യൂട്ടാകുന്ന ഒരു 2 വാഷറെങ്കിലും മേടിച്ച് വെച്ചാൽ അതൊരു അഡ്വാൻറ്റേജാണ്. കാരണം എന്തെങ്കിലും ഒരു റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പലർക്കും അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു നല്ലതാണ് മേടിച്ച് വെച്ചാൽ. പിന്നെ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സ് കൂടുതലെടുക്കണം നിങ്ങൾ. തണുപ്പിൻ്റെ സാധനങ്ങൾ അത് വിൻ്റർ സീസണിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ള പ്രോപ്പറായിട്ട് അത് നിങ്ങൾ മേടിക്കുമ്പോൾ അത്യാവശ്യം വലിയ പൈസയ്ക്ക് പിശുക്കാൻ കാണിക്കാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം മേടിക്കുക. ഇപ്പോൾ ഞാൻ മേടിച്ചിരുന്ന ഡെക്കാത്തലോണിൽ നിന്നാണ്. ഞാൻ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്തല്ല, പക്ഷേ ഡെക്കാത്തലോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിരുന്നത്. പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. കാരണം ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തിട്ടും എനിക്ക് അതിനകത്ത് യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ വിൻ്ററിന് വേണ്ടി വരുമ്പോഴേക്കും ഫ്രാൻസിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിൻ്റർ ഉണ്ട്. പിന്നെ നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റി ബേസ് ചെയ്തിരിക്കും. ഇപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോഴേക്കും നോർത്തേൺ പാർട്ടാണ്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വിൻ്റർ ഉണ്ട്. വിൻ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്നോഫോളുണ്ട്. അപ്പം ഞങ്ങൾ എടുത്തിരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെ എടുക്കുന്നതാണെങ്കിൽ നല്ലത് വിൻ്ററിന് ഉള്ളത്. കാരണം നന്നായിട്ട് വേണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി ടാസ്ക്കാണ്, ഇച്ചിരി അല്ല അത്യാവശ്യം നല്ല ടാസ്ക്കാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ കെയറും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പം വിൻ്ററിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തന്നെ ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുള്ള ജാക്കറ്റും അതുപോലെ തന്നെ തെർമൽസും കാര്യങ്ങളൊക്കെ ഒരു 2 പേരെങ്കിലും മിനിമം വേണം. 2 പേരെങ്കിലും മിനിമം വെക്കുക. ജാക്കറ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള ജാക്കറ്റ് വെക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു വലിയ കുഴപ്പമില്ലാത്ത മീഡിയം ആയിട്ടുള്ളൊരു കംഫർട്ടിൽ നിൽക്കാൻ പറ്റുന്നൊരു ജാക്കറ്റ്. പിന്നെ അതുപോലെ തെർമൽസും മറ്റ് ഹൂഡിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് അതാണ്. പിന്നെ നോർമലായിട്ടുള്ള കാഷ്വൽ ഡ്രസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ സാധാരണ ഹൂഡിയും ഒക്കെ എടുത്ത് വേണമെങ്കിൽ ഒരു 3-4 ഹൂഡി നിങ്ങളുടെ ഒരു എത്രയാണ് നിങ്ങളുടെ ഒരു പ്ലാൻ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ സമ്മർ സീസൺ വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചൂടുണ്ടാവും. നമ്മുടെ നാട്ടിൽ അത്രയും ഒരു ചൂടില്ല, പക്ഷേ കുറച്ച് ചൂടുണ്ടാകും. നമുക്കത് കുറച്ച് പാടായിട്ട് തോന്നും. കാരണം നമ്മളിവിടെ വന്നിട്ട് ഒരു 7-8 മാസമൊക്കെ നിന്ന് അടുത്ത വിൻ്റർ സീസൺ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സമ്മറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മൾ ഇത്ര നാൾ വിൻ്ററിൽ നിന്നിട്ട് ആ ഒരു കംഫോർട്ട് നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ചൂടിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നമുക്കൊരിത് തോന്നും. അപ്പം നമുക്ക് ഇതിന് നല്ലത് സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും നല്ലത് കുറച്ച് നമുക്ക് സാധാരണ ടീഷർട്ട്സാണ്, കോളർ ടീഷർട്ട്സ് ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള ടീഷർട്ട്സാണ് കുറച്ചുകൂടെ കംഫർട്ടുള്ളത്. കാരണം ഞങ്ങളൊക്കെ ഇടയ്ക്ക് ക്ലാസ്സിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ചൂടാണെന്ന ടൈമിൽ നോർമലി ഇവിടുത്തെ ഫുള്ളും അങ്ങനെ വെൻറ്റിലേഷൻസ് അധികം ഇല്ലാത്തൊരു കോളേജ്. ക്യാമ്പസിൽ അധികം പല കോളേജിലും വെൻറ്റിലേഷൻസ് ഒക്കെ പറഞ്ഞ് ആ ഡോറും വിൻഡോസൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാനേ പറ്റത്തുള്ളൂ. പ്രോപ്പറായിട്ട് അങ്ങനെ നമുക്ക് വലിയ കാറ്റൊന്നും കയറാൻ പറ്റില്ല. അപ്പം ചിലപ്പോൾ ചൂട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് സാധാരണ നമുക്ക് ടീഷർട്ട്സാണ് സമ്മർ സീസണിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഒരു 3 or 4 നിങ്ങൾക്ക് ഫോമലായിട്ടില്ലെങ്കിൽ പുറത്തിട്ടുകൊണ്ട് പോയി കോളേജിലിട്ടാൻ പറ്റുന്ന ടൈപ്പ് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഒരു 3 to 4 ടീഷർട്ട്സ്, പിന്നെ ഒരു 3 to 4 തന്നെ ഒരു ഹുഡി, ആ ഒരു ടൈപ്പ് എടുക്കുന്നതാണ് ഡ്രസ്സ് ഐറ്റംസ്. പിന്നെ ജീൻസ് നിങ്ങളുടെ കംഫർട്ടാണ്, ജീൻസും ബാക്കി കാര്യങ്ങളെല്ലാം. പിന്നെ ഷൂ അത്യാവശ്യം എന്തായാലും എടുത്ത് വെച്ചോ. പ്രത്യേകിച്ച് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, വിൻ്ററിലൊക്കെ കൊണ്ടിട്ടുള്ള നല്ലൊരു ബൂട്ട് തന്നെ വേണം. കാരണം നിങ്ങൾ നിൽക്കുന്ന സിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം സ്നോഫോളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞങ്ങൾ വന്ന ഒരു ടൈമിൽ അത്യാവശ്യം സ്നോഫോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഇവിടെയുള്ള അടുത്തുള്ള ഞങ്ങളുടെ ഹൗസ് ഓണറിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിനെ ഈ വരുന്ന വർഷം അതിനേക്കാളും കൂടുതലായിട്ടുള്ള സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുക്കുമ്പോൾ ബൂട്ട് പ്രത്യേകിച്ച് വിൻ്ററിലേക്ക് നമുക്ക് സ്യൂട്ടാവുന്ന ആ ടൈമിൽ കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു ബൂട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുക. ഞാൻ എടുത്തിരുന്ന ഡെക്കാത്ലോണിൽ തന്നെയാണ് എല്ലാം എൻ്റെ വിൻ്ററിലേക്ക് എടുത്തിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, ടോപ്പ് ക്വാളിറ്റി സാധനം തന്നെയായിരുന്നു. കാരണം ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴും അങ്ങനെ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് ഞാൻ തണുപ്പ് വിൻ്റർ ടൈമിന് മാത്രമല്ല അതിന് ശേഷവും പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഡ്രസ്സ് അത് എടുത്ത് കഴിയുമ്പോഴേക്ക് പിന്നെ നിങ്ങൾക്ക് എന്താ അറിയാലോ, ബെഡ്ഷീറ്റ്, പിന്നെ അത്യാവശ്യം ക്ലോത്ത് ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ഡ്രസ്സ്. അപ്പം ഡ്രസ്സ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ലഗേജിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര എടുത്താൽ മതി. കാരണം നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പം നമുക്ക് അത്യാവശ്യം എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ക്യാഷൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഉള്ളൂ. നമുക്ക് അത്രയും വലിയ ഓവർ റേറ്റ് ആയിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ തെമുന്നൊക്കെ ആയാലും നമുക്ക് ഇവിടുന്ന് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ അധികം ഡ്രസ്സ് വലിച്ചു വാരി കൊണ്ടുവരേണ്ടതെന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. കാരണം എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയത്. എനിക്ക് ചിലപ്പോൾ തോന്നും അതിനേക്കാളും നല്ലത് ഞാൻ വല്ല ഫുഡായും കൊണ്ടുവന്നായിരുന്നെങ്കിൽ, ഫുഡ് ഐറ്റംസ് പൊടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു എനിക്ക് കുറച്ചാളോട് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പം ഞാനിവിടെ വന്നിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ ഞാൻ പിന്നീട് പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അധികം ഡ്രസ്സ് വലിച്ചുകൊണ്ട് വരാതെ വേറെ എന്തെങ്കിലുമൊക്കെ കയറ്റുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ കംഫർട്ടാണ്, നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് നിങ്ങളുടെ കംഫർട്ടിൽ നിങ്ങൾ എടുക്കണം. പിന്നെ ഉള്ളത് അപ്പം നമ്മൾ 2 സെക്ഷൻസ് കവർ ചെയ്തു, ഫുഡും പിന്നെ ക്ലോത്തും. പിന്നെ മൂന്നാമത്തെ വരും നമ്മുടെ ഇലക്ട്രോണിക്കൽ ഐറ്റംസാണ്. ഇലക്ട്രോണിക്കൽ ഐറ്റംസിന് നമ്മൾ എബ്രോഡ്, അത് ഫ്രാൻസില്ല, ഏത് രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചാർജിങ് പോയിൻറ്റ്. അപ്പോൾ ചാർജിങ് പോയിൻറ്റ് ഫസ്റ്റ് വരുമ്പോൾ ഞാൻ ഒരു ചാർജിങ് പോയിൻറ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുവന്ന ചാർജിങ് പോയിൻറ്റ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ ആന വലുപ്പത്തിലുള്ള പ്ലഗ് പോയിൻ്റ് ഒന്നും ഇവിടെ കയറില്ല ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഒരു ഇത് വേണം. അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇതായിരുന്നു, ഈ ഒരു ടൈപ്പ് ചാർജിങ് പോയിൻ്റാണ്. ഇതിൻ്റെ പിന്ന് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് പിന്നൊക്കെ എക്സ്ട്രാ ടൈപ്പ് പിന്നുണ്ട് ഇതിൽ. പക്ഷേ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. നോർമലി ഞാൻ ഈ ഒരു പിന്ന് മാത്രമാണ് എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു പിന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം എല്ലായിടത്തും തന്നെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു 3 പിന്ന് അതെന്തായാലും മസ്റ്റാണ്. കാരണം ഇപ്പോൾ ആരെങ്കിലും വന്ന് ഓൾറെഡി ഇവിടെ എത്തിയിട്ട് മേടിക്കാൻ മറന്നുപോയിട്ട് നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നത് അവരെ കോൺടാക്ട് ചെയ്തൊരു 2 സ്പെയർ മേടിച്ച് വെച്ചോ. കാരണം ആവശ്യം വരും, നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആവശ്യം വരും, മസ്റ്റാണ്. കാരണം ഇതില്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ നമുക്ക് ഇവിടുത്തെ കടകളിൽ തന്നെ തപ്പിയാലും ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ചില ശ്രീലങ്കൻ കടകളിലും പിന്നെ ഇന്ത്യൻ സ്റ്റോർസിലൊക്കെ ചെന്ന് തപ്പിയാൽ ചിലപ്പോൾ കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഒരു EF ടൈപ്പ് പിന്നുണ്ട്, അതും എല്ലാ സ്റ്റോറിലും കിട്ടണമെന്ന് അങ്ങനെ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ കൊണ്ടുവരുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിൽ വലിയ ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. പിന്നെ ഇലക്ട്രോണിക്കൽ ഐറ്റംസ് നിങ്ങളുടെ ലാപ്പും ഫോണും ടാബും അങ്ങനെ എന്താണോ വേണ്ടത് അത് പ്രോപ്പറാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, നിങ്ങളുടെ ഹാൻഡ് ക്യാരി തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അറിയാലോ, നമ്മൾ ഏത് ഫ്ലൈറ്റിൽ എവിടെ വന്നെന്ന് പറഞ്ഞാലും ഇന്നത്തെ ഒരു ടൈമിൽ അവർ അത്ര പ്രോപ്പറായിട്ടൊന്നും ആയിരിക്കില്ല നമ്മൾ ലഗേജിനകത്ത് വെച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് മാക്സിമം നമ്മുടെ ഇലക്ട്രോണിക്കൽ ഐറ്റംസ് എല്ലാം ഹാൻഡ് ക്യാരിക്കകത്ത് തന്നെ വെക്കുക. അതാണ് നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനും നല്ലത്. പിന്നെ വേണ്ടത് നിങ്ങൾ അധികം എക്സ്ട്രാ കേബിളൊന്നും എടുക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് വേണ്ടതിന് അത്യാവശ്യം വയറിങ്ങും കാര്യങ്ങളും എക്സ്ട്രാ കേബിൾ ആയാലും എല്ലാം നമ്മുടെ മിക്ക ഹൗസ് ഓണേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. അത്ര വലിയ ഇതൊന്നുമില്ല. മാക്സിമം ഇവിടെയുള്ള എല്ലാ ഹൗസ് ഓണേഴ്സും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ളത് കൊടുക്കുന്നതാണ്. അപ്പം അത്രയും മതിയായിരിക്കും. നമുക്ക് ഇലക്ട്രോണിക്കൽ ഐറ്റംസ് മെയിനായിട്ടുള്ളത് നമ്മൾ ഇതാണ്, ഈ ഒരു ചാർജിങ് പോയിൻ്റാണ് നമുക്ക് മെയിനായിട്ട് നോക്കുമ്പോൾ വേണ്ടത്. കാരണം എന്നാലേ നമുക്കറിയാമല്ലോ എല്ലാത്തിനും നമുക്ക് ഇത് വേണം, കണക്ട് ചെയ്യാൻ നമ്മുടെ ലാപ്പിനൊക്കെയാണ്. കാരണം ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ കോളേജിൽ നമ്മൾ എന്ന് പോകുമ്പോഴും കോളേജിൽ വേറെ എന്തില്ലെങ്കിലും നമുക്ക് ലാപ്ടോപ്പ് മസ്റ്റാണ്. ഫുൾ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ ഈ ബുക്കിലെഴുതി പരിപാടിയൊന്നും ഇവിടെ ഇല്ല, ഫുള്ള് ലാപ്പാണ്. അപ്പോൾ എന്നും നമുക്ക് ലാപ്പിലേക്ക് ടാബ് വേണം, അതില്ലാതെ ഇവിടെ ഇവർക്കൊരു ലൈഫില്ല ഗൈസ്. അപ്പം അതാണ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യണം. കാരണം പിന്നെ നമുക്ക് സ്പെക്സ്, ഇപ്പം ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് ലെൻസിൻ്റെ പവറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ മേടിച്ചപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് 2 സ്പെക്സ് ഞാൻ സ്പെയർ ആയിട്ട് കൊണ്ടുവന്നായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ഡാമേജ് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവ രീതി അനുസരിച്ച് ഞാനിത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ മുടിപ്പിച്ച് കളയുമെന്ന് എനിക്കറിയാവുന്നുണ്ട്. ഞാനൊന്ന് 2 സ്പെയർ എടുത്തത്. ഇപ്പോൾ എൻ്റെ സീനിയർ ആയാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളിയും ഇതുപോലെ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണ്. 2 എടുത്തോളാൻ പറഞ്ഞു. കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇവിടുത്തെ. നമ്മളിതുപോലെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് ലെൻസൊക്കെ മാറിയെടുക്കുന്ന വെക്കുന്നതിന് ഫ്രെയിമിന് വലിയ റേറ്റ് ഒന്നും വരത്തില്ല, നമുക്ക് ഫ്രെയിമൊക്കെ ചെറിയ വില കിട്ടും. പക്ഷേ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് ലെൻസൊക്കെ മാറിയെടുക്കുന്നതിന് അത്യാവശ്യം നല്ലൊരു റേറ്റ് ആവും നമുക്ക് ഫ്രാൻസിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ 2 സ്പെയർ കൊണ്ടുവരുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് പിന്നെ അതിനെന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിച്ച്, കാരണം സ്പെക്സ് സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് ഒരു സ്പെക്സ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക്കാണ്.
അപ്പോൾ സ്പെക്സ് നിങ്ങൾ 2 കൊണ്ടുവരിക. പിന്നെ എന്താ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു 47-45 കിലോയൊക്കെയാണ് ലഗേജ് പാക്കേജ് വരുന്നത്. ഇപ്പോൾ ഇത് എക്സ്ട്രാ ലഗേജ് എടുക്കുന്നുണ്ടാവും. എക്സ്ട്രാ ലഗേജ് എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വലിച്ചു വാരി എടുത്തുകൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടാസ്ക് എന്ന് പറയുന്ന കേസ് ഇതൊക്കെ നമ്മൾ തന്നെ ചുമക്കണം ഇവിടെ വന്ന്. കാരണം ഇതെല്ലാം എയർപോർട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണം. അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ടാസ്ക് വന്നാൽ ഫുള്ള് ടെൻഷനാവും. പിന്നെ ആരും വിചാരിക്കരുത് ഇവിടെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയുടെ അടുത്ത് കൊണ്ടുവരെ എത്തി വെച്ച് കഴിഞ്ഞാൽ വരുന്ന നമ്മൾ ഊബർ ആയാലും ബോൾട്ട് ആയാലും എന്തായാലും ആരും വിളിക്കുന്നവരൊന്നും വന്ന് ഈ പറഞ്ഞ ഡ്രൈവർമാരൊന്നും എടുത്ത് ഈ സാധനം വെച്ച് തരുകയില്ല. ചെന്നിറങ്ങുന്ന സ്പോട്ടിൽ നിന്ന് അവന്മാർ ഇതെടുത്ത് വച്ച് വീട് വരെ കൊണ്ട് തരത്തൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ തന്നെ വണ്ടിയെ കയറ്റി അവിടെ നിന്ന് ഇറക്കി നമ്മൾ തന്നെ ഇത് ചുമന്ന് വീട്ടിൽ കൊണ്ട് വേണം. ഇപ്പം ചിലവരുടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലവർ ഇവിടെ 95 കിലോയൊക്കെ ആയിട്ട് വന്നിട്ട് അവർ നിൽക്കുന്ന അവരുടെ ഇതിൽ ഫ്ലാറ്റിൽ ലിഫ്റ്റില്ല ഗൈസ്, ലിഫ്റ്റില്ല. അപ്പോൾ ഇവർ 5th ഫ്ലോറിലൊക്കെയാണ് ഇവർ താമസിക്കുന്നത്. 5th ഫ്ലോറിലേക്ക് ഈ 95 കിലോ മുഴുവൻ ഇവന്മാർ ചുമന്ന് കയറ്റണം. പിന്നെ ഇവിടുന്ന് വന്ന ആ ഒരു ക്ഷീണത്തിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്ന ക്ഷീണത്തിൽ ഇത് ചുമന്ന് കയറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ 95 കിലോയൊക്കെ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അതുകൊണ്ട് അത്യാവശ്യം വലിച്ചു വരി കൊണ്ടുവരാതെ നമുക്കെന്ത് പ്രോപ്പറായിട്ട് വേണോ അത് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഫുഡ് ഞാൻ മാക്സിമം പറയുവാണെങ്കിൽ ഫുഡൊക്കെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ചാളൊന്നും വന്ന് നിന്ന്, കാരണം മിക്ക ആൾക്കാർക്കും ബേസിക്കലി മല്ലൂസിന് കുക്കിംഗ് ഒന്നും അധികം ആൾക്കാർക്ക് അറിയത്തില്ല, അതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊന്ന് പഠിച്ച് വരുമ്പോഴേക്കും ആ ഒരു ടൈം നമുക്കൊന്ന് ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റൺ ചെയ്ത് പോകാനായിട്ട് നമുക്ക് വേണം. എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം വേണം. അതുപോലെ തന്നെ പൊടി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം കുറച്ച് മുട്ടയായാലും ഇല്ല അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇപ്പം നമുക്ക് പിന്നെ എന്തെങ്കിലും കറികൾ അത്യാവശ്യം നന്നായിട്ട് വെക്കണമെങ്കിൽ തന്നെ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളും സുഖമായിട്ട്, പിന്നെ ഈ ഫുഡിൻ്റെ ഈ ഒരു സ്പൈസസിന് വേണ്ടി നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിൽക്കാം. പിന്നെ അരി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു 3-4 മാസത്തേക്ക് സുഖമായിട്ട് പോകാം ഗൈസ്. അപ്പം നമുക്ക് പിന്നെ ഒരു ഇന്ത്യൻ സ്റ്റോറൊക്കെ തപ്പി കണ്ടുപിടിച്ച് നമുക്കൊന്ന് സെറ്റായിട്ട് ഏതാണ് വേണ്ടത്, ഏത് അരിയാണ് എടുക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനൊരു ടൈം ഗ്യാപ്പ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലായിരിക്കും കൊണ്ടെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ ഒരു ഇതാണ്. 3 മാസം സുഖമായിട്ട് നമുക്ക് നാട്ടിൽ നമ്മുടെ മട്ടരി യൂസ് ചെയ്ത് പോകാം. പക്ഷേ ഇവിടുത്തെ ഞാനിപ്പോൾ മേടിക്കുന്ന 1 മാസം 5 കിലോ അരിയാണ്. അത് നമ്മുടെ ബിരിയാണി ടൈപ്പ് റൈസ് പോലാണ്. പക്ഷെ അത് നമുക്ക് പ്രോപ്പറായിട്ട് നിൽക്കില്ല ഗൈസ്. കാരണം 1 മാസം 5 കിലോ മേടിച്ചിട്ട് പോലും മിക്കപ്പോഴും തികയാതെ വരുന്നുണ്ട്, ഞാൻ തന്നെ കഴിച്ചിട്ട്. പിന്നെയാണ് ഞാൻ ഡ്രസ്സ് പറഞ്ഞല്ലോ, വിൻ്ററിന് വേണ്ട കാര്യങ്ങൾ മസ്റ്റാണ്. വിൻ്റർ സീസണിൽ അത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എടുക്കുക, അത്രേ ഉള്ളൂ. ക്വാളിറ്റിയുള്ള അതിനകത്ത് വിൻ്റർ സീസണിൽ നിങ്ങളുടെ ഡ്രസ്സിലും കാര്യങ്ങളും ഒന്നും ഒരു ഇതും കാണിക്കരുത്. കാരണം വിൻ്ററിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ഉത്തരവാദിത്തം. ഇവിടെ പനി പിടിച്ച് കിടന്നാൽ ചോദിക്കാനും പറയാനും ഒരാളും വരത്തില്ല. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ ഡിപ്രസ്ഡൊക്കെ ആയിപ്പോയി കഴിഞ്ഞാലും കുറച്ച് സീനാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് നമ്മൾ മാക്സിമം പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ. വിൻ്ററിലാണ് കൂടുതൽ ആൾക്കാർക്കും ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡ്രസ്സ് തന്നെ വേണം. ബാക്കി ഡ്രസ്സ് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത്. പിന്നെ സമ്മറിൽ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, അതാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ള ടീഷർട്ട്സൊക്കെ ആയിരിക്കും. കാരണം അത്യാവശ്യം നല്ല ചൂട് കാണും മിക്കപ്പോഴും ഫ്രാൻസിലൊക്കെ. അതുകൊണ്ട് ടീഷർട്ട്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോണിക്കൽ ഐറ്റംസിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്ലഗ് പോയിൻ്റ്. അത് മസ്റ്റാണ്, നിങ്ങൾ കൊണ്ടുവരാൻ മറക്കരുത് ഒരിക്കലും. പിന്നെന്താ പറയുന്നത്, പിന്നെ നിങ്ങളുടെ ഷൂവ് കാര്യങ്ങൾ, പിന്നെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം മിക്കപ്പോഴും പലർക്കും പല ഡോക്യുമെൻറ്റ്സ്, പ്രത്യേകിച്ച് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് വീട്ടിൽ മിസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. കാരണം എടുക്കാൻ മറന്നുപോയി, ലാസ്റ്റ് വേറെ ഫയലിലായിപ്പോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് വരാതെ തന്നെ എന്താ ചെയ്യാൻ പറ്റുക, നേരത്തെ തന്നെ ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായിട്ട്. കാരണം ഡോക്യുമെൻറ്റ്സ് എപ്പോഴും നമ്മുടെ ഹാൻഡ് ക്യാരിയിലുള്ള ബാഗിൽ തന്നെ വെക്കുക, അതാണ് സേഫ്. കാരണം അത് സേഫ് മാത്രമല്ല, എന്തെങ്കിലും ആവശ്യം ചിലപ്പോൾ നമുക്ക് വരും. കാരണം നമുക്ക് എക്സിറ്റ് അടിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് നമുക്ക് ഫ്രാൻസിലോട്ട് വരാണെങ്കിൽ ചിലർ നമുക്ക് എറണാകുളത്ത് നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ഡൽഹിക്കായിരിക്കും, ഇല്ലെങ്കിൽ നെടുമ്പാശ്ശേരി ടു ദുബായ് ആയിരിക്കും, എന്നിട്ടായിരിക്കും ഫ്രാൻസിലേക്ക് എന്തായാലും കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും. അപ്പം എക്സിറ്റ് അടിക്കുന്ന ഒരു പോയിന്റിൽ നമ്മളടുത്ത് ചോദിക്കും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിക്കാൻ പറയും. ചിലപ്പം കോളേജിൽ എൻറോൾമെൻറ്റ് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറയും, ഈ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൂഫൊക്കെ പെട്ടെന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ നമ്മളത് ലഗേജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടാസ്ക് ആവും. അതിലും നല്ലത് എന്താ പറയുക, നമ്മുടെ ഇത് ഹാൻഡ് ക്യാരി തന്നെ വെക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് സേഫായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഞാൻ പറയും എക്സിറ്റ് ഒക്കെ അടിക്കുന്നവർക്ക് ചിലപ്പോൾ ഓഫീസറിൻ്റെ ഒരു മൈൻഡ് വലിയ ഇതൊന്നും അല്ലെങ്കിൽ പുള്ളി ഡാർക്ക് അടിച്ചിരിക്കുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ കുറേ നേരം ഇരുന്ന് ഇങ്ങ് ചോദിച്ചെന്നൊക്കെ ഇരിക്കും. കാരണം എൻ്റെ ഫ്രണ്ടിനോടൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ എവിടെയാ എങ്ങനെയാ, പിന്നെയും കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിക്കാനൊക്കെ പറയും.
അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് ടാസ്ക്കാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നേരത്തെ അറേഞ്ച് ചെയ്ത് അത് കോളേജ് സർട്ടിഫിക്കറ്റ്സ്, അതെ നമ്മുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുക്കാം, അത് മറക്കാതെ എടുക്കാം. നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ PDF ആയിട്ട് ഡോക്യുമെൻ്റ് ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും എടുത്തു വെച്ചിരിക്കുക, അതാണ് നല്ലത്. കൊണ്ടുവരിക എല്ലാം. പിന്നെ നമ്മുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്സ് എടുത്തു വെക്കുക മറക്കാതെ. അതുപോലെ തന്നെ ആയിട്ടുള്ളത് നമ്മുടെ നിങ്ങൾക്ക് കോളേജിലെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഇങ്ങോട്ട് വരുള്ള എബ്രോഡ് സ്റ്റഡിയുടെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പറായിട്ട് നേരത്തെ തന്നെ ഫയൽ ചെയ്ത് വെക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എബ്രോഡിൽ ഇപ്പം പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്ന ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ കാണാം, ബൈ.